എവരിവൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 1ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് അവരുടെ സെക്കൻഡ് ടേം അഥവാ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുന്നേ ടീച്ചർക്ക് മറ്റൊരു കാര്യം പറയാനായിട്ടുണ്ട്. നമ്മൾ ഈ ഒരു മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാർട്ട് 1 വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ കയറിയിട്ട് വീഡിയോ കാണുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി പാർട്ട് 2 വീഡിയോ ആണ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വെറും 89 രൂപയ്ക്ക് കൂട്ടുകാർക്ക് മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സുകളുടെയും എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോസും അതോടൊപ്പം തന്നെ വെക്കേഷൻ ക്ലാസ്സുകളും നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും കേട്ടോ. എല്ലാത്തിനും വെറും 89 രൂപയ്ക്ക് കൂട്ടുകാർക്ക് മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം അല്ലേ. മാത്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മലയാളം മീഡിയംകാർക്ക് മലയാളത്തിലും ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കൂട്ടുകാർക്ക് ഇംഗ്ലീഷിലും ആയിരിക്കും ചോദ്യം ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ ടീച്ചർ മലയാളത്തിലും ഇംഗ്ലീഷിലും ഇവിടെ ക്വസ്റ്റ്യൻ പറയാം. എല്ലാ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരെന്ത് ചെയ്യുക, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, നമ്മൾ അടുത്ത ആക്ടിവിറ്റി നോക്കിക്കേ. ഹൂ ഈസ് ദി വിന്നർ? എന്താ മക്കളെ നമ്മുടെ ആക്ടിവിറ്റിയുടെ പേര്? ഹൂ ഈസ് ദി വിന്നർ എന്നാണ് കേട്ടോ. അതായത് ആരാണ് വിജയി എന്നതാണ് നമ്മുടെ അടുത്ത ആക്ടിവിറ്റിയുടെ പേര് കേട്ടോ. ഓക്കെ മക്കളെ, റൈറ്റ് ദി സം ബൈ ആഡിങ് ഈച്ച് സെറ്റ്. നോക്കിക്കേ മക്കളെ, ഇവിടെ നിങ്ങളെപ്പോലെയുള്ള നമ്മുടെ ആമി, ജാനി, അതുപോലെ തന്നെ മനു, ഈ 3 കൂട്ടുകാർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മക്കളെ? മാല കോർത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അവർ പല നിറത്തിലുള്ള മുത്തുകൾ ചേർത്തുകൊണ്ടാണ് മാല കോർക്കുന്നത്. ഏതൊക്കെയാണെന്നറിയോ മക്കളെ? ഗ്രീൻ, അതായത് പച്ച കളർ മുത്ത്, പിന്നെ റെഡ് അല്ലേ, അതായത് ചുവപ്പ് നിറത്തിലുള്ള മുത്ത്, പിന്നെ യെല്ലോ മഞ്ഞ നിറത്തിലുള്ള മുത്ത്, അതുപോലെ തന്നെ വൈറ്റ് വെള്ള നിറത്തിലുള്ള മുത്ത്. ഇത്രയും മുത്തുകൾ ചേർത്താണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്? മാല കോർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു കോമ്പറ്റീഷനാണ് കേട്ടോ, ഒരു മത്സരമാണ്. അപ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ മുത്ത് കോർത്തിട്ടുള്ളത് എന്നാണ് മക്കളടുത്ത് കണ്ടെത്താനായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം ഏറ്റവും കൂടുതൽ മുത്ത് കോർത്തിട്ടുള്ള ആളായിരിക്കില്ലേ മക്കളെ വിജയ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അവിടെ വിജയിയുടെ പേരും കൂടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം, നമ്മുടെ ആമിയും ജാനിയും മനുവും എത്ര മുത്തുകളാണ് കോർത്തിട്ടുള്ളത്. അപ്പം നോക്കിക്കും മക്കളെ, നമ്മുടെ ആമി പച്ചമുത്ത് അല്ലേ, ഗ്രീൻ കളർ മുത്ത് എത്ര എണ്ണം കോർത്തിട്ടുണ്ട്? 10 എണ്ണം കോർത്തിട്ടുണ്ട്. റെഡ് കളർ മുത്ത് 10 എണ്ണം കോർത്തിട്ടുണ്ട്. യെല്ലോ കളർ മുത്ത് 10 എണ്ണം കോർത്തിട്ടുണ്ട്. ആൻഡ് വൈറ്റ് കളർ മുത്ത് വെള്ള നിറത്തിലുള്ള 3 എണ്ണം കോർത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ അവൾ കോർത്തിട്ടുള്ളവയുടെ നമ്പർ എത്രയാണ് മക്കളെ? എത്രയാണ്? ഇവിടെ നോക്കിക്കേ, നമുക്കറിയാം 1, 2, 3 അല്ലേ, 3 പത്തുകളുണ്ട്. നമുക്കറിയാം അല്ലേ, 3 പത്തുകൾ ചേർന്നാൽ എത്രയാണ് മക്കളെ? 3 10s എത്രയാണ് മക്കളെ? 3 10s എത്രയാണ്? 3 പത്തുകൾ ചേർന്നാൽ 30 ആണല്ലേ, 30 ആണ്. പിന്നെ അതിൽ എത്ര കൂടി ഉണ്ട് മക്കളെ? ഒരു 3 കൂടി ഉണ്ട് അല്ലേ. അപ്പം 30ഉം 3ഉം എത്രയാണ് മക്കളെ? 33, 33. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇത്തരത്തിലുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും പ്രതീക്ഷിക്കുക കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ആമി കോർത്തിട്ടുള്ള മുത്തുകളുടെ എണ്ണം കണ്ടെത്തിയല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ആളടുത്ത് പോവാം അല്ലേ. ആരാണ്? ജാനിയാണല്ലേ. ജാനി ആദ്യം പച്ച നിറത്തിലുള്ള മുത്ത്, ഗ്രീൻ കളർ മുത്ത് 10 എണ്ണവും, റെഡ് കളറിലുള്ള മുത്ത് 10 എണ്ണവും, യെല്ലോ കളറിലുള്ള മുത്ത് 9 എണ്ണമാണ് കോർത്തിട്ടുള്ളത്. അപ്പം നോക്കിക്കേ മക്കളെ, അവിടെ എത്ര പത്തുകളുണ്ട്? 1, 2, 2 10s ആണുള്ളത് അല്ലേ. 2 10s ആർ മേക്ക് എത്രയാണ് മക്കളെ? 20 ആണല്ലേ. 20 പ്ലസ് ഇവിടെ ഒരു 9 കൂടിയാണ്. അപ്പോൾ എത്രയാണ് മക്കളെ? 29, 29 എന്ന് കിട്ടും. അടുത്തത് ആരാണ് മക്കളെ? മനു ആണ്. അവൻ ഗ്രീൻ കളർ മുത്ത് 10 എണ്ണവും, റെഡ് കളർ മുത്ത് 10 എണ്ണവും, അതുപോലെ തന്നെ യെല്ലോ കളർ മുത്ത് 10 എണ്ണവുമാണ് അല്ലേ. വേറെ മുത്തുകളുണ്ടോ? വൈറ്റ് കളർ മുത്തുകളൊന്നുമില്ല. അപ്പോൾ ഇവിടെ എത്ര മുത്തുകളാണ്? 3 10s ആണുള്ളത് അല്ലേ. 3 പത്തുകൾ ചേർന്നാൽ എത്രയാണ് മക്കളെ? 30, 30 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആമിയുടേത് 33, ജാനിയുടേത് 29, മനുവിൻ്റേത് 30 എന്ന് കിട്ടി. ക്ലിയർ ആണോ മക്കളെ? ഇനി നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ഹൂ ഈസ് ദി വിന്നർ? ആരാണ് വിന്നർ എന്ന് ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ആരാണ് ഇതിൽ വിന്നർ? ആരായിരിക്കും വിന്നർ? ഏറ്റവും കൂടുതൽ മുത്തുകൾ കോർത്തിട്ടുള്ള ആളായിരിക്കും വിന്നർ അല്ലേ. ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ബീഡ്സ് ആരാണോ കോർത്തിട്ടുള്ളത് അവരായിരിക്കും വിന്നർ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് 33 കിട്ടിയിട്ടുണ്ട്, 29 കിട്ടിയിട്ടുണ്ട്, 30 കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ സംഖ്യയല്ലേ നോക്കേണ്ടത്? ടീച്ചർ ഒന്നുകൂടി ഇവിടെ എഴുതാം കേട്ടോ. 33, 29, 30 ഈ 3 നമ്പേഴ്സാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിലുള്ള വലിയ നമ്പർ ഏതാ എന്ന് നോക്കുക അല്ലേ. ആ വലിയ നമ്പർ കിട്ടിയത് ആർക്കാണോ അയാളായിരിക്കും എന്താ വിന്നർ അല്ലേ. അപ്പോൾ വലിയ നമ്പർ നോക്കാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ സംഖ്യ എന്ത് ചെയ്യുക? എല്ലാത്തിൻ്റെതും ഒന്നുകൂടി മിസ് പറഞ്ഞു തരാം കേട്ടോ, ശ്രദ്ധിച്ചിരിക്കുക.
എന്ത് ചെയ്യും മക്കളെ, ആദ്യ നമ്പർ എല്ലാം നമുക്ക് തന്നിട്ടുള്ള നമ്പേഴ്സിലെ ആദ്യ നമ്പർ എല്ലാവരും നോക്കിക്കേ. ആദ്യ 33 ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 3 ആണ്. 29 ആദ്യത്തെ നമ്പർ 2 ആണ്. 13 എന്നുള്ളതിൽ ആദ്യത്തെ നമ്പർ 2 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ നമുക്ക് തന്നിട്ടുള്ള എല്ലാ നമ്പേഴ്സിലും ആദ്യ നമ്പേഴ്സ് നോക്കുക. ആദ്യ നമ്പേഴ്സിൽ 3, 2, 3 അല്ലേ? ഈ 3 നമ്പറിൽ ഏതാണ് വലിയ സംഖ്യ? 3 ഉണ്ട്, 2 ഉണ്ട്, വീണ്ടും 3 ആണുള്ളത് അല്ലേ? അപ്പം നമുക്ക് ഏതാണ് 2ഉം 3ഉം വരുന്ന സമയത്ത് 3 ആണ് വലുതെന്ന് അറിയാം. അപ്പോൾ എന്ത് ചെയ്യുക, 2 അല്ല വലുത്, അതിനെന്ത് ചെയ്യുക, അങ്ങോട്ട് മാറ്റിക്കളെ. ഇനി ഏതൊക്കെ നമ്പർ ഉണ്ട് മക്കളെ? 33 ഉണ്ട്, 30 ഉണ്ട്. അപ്പോൾ ആദ്യത്തെ രണ്ട് നമ്പറും രണ്ട് സംഖ്യയുടേതും സെയിം ആണല്ലോ. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് വലുത് ഏതാണെന്ന് കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, തൊട്ടടുത്ത നമ്പറിലേക്ക് പോകണം. ഈ 33 33ൽ തൊട്ടടുത്ത നമ്പർ ഏതാണ്? 3 ആണ്. 30 എന്നുള്ളതിൽ തൊട്ടടുത്ത നമ്പർ ഏതാണ്? 0 ആണ് അല്ലേ, 0 ആണ്. ഇനി മിസ് ചോദിക്കട്ടെ മക്കളെ, 3 ആണോ 0 ആണോ വലിയ നമ്പർ വരുന്നത്? ഏതാണ് ലാർജസ്റ്റ് നമ്പർ വരുന്നത്? അതെ, 3 ആണ് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? 33 ആണ് നമുക്ക് തന്നിട്ടുള്ള 3 സംഖ്യയിൽ വലിയ സംഖ്യ എന്നുള്ള കാര്യം. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പോൾ 33 നമുക്ക് ആർക്ക് കിട്ടിയ പോയിൻ്റ് ആയിരുന്നു മക്കളെ? 33. ഒരിക്കൽ കൂടി നമ്മുടെ ചോദ്യത്തിലോട്ട് പോയി, ആർക്കായിരുന്നു 33 കിട്ടിയിട്ടുണ്ടായിരുന്നത്? യെസ്, ആർക്കാണ്? നമ്മുടെ ആമിക്കാണ് എന്ത് കിട്ടിയിട്ടുള്ളത്? 33 കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ആരാണ് മക്കളെ വിന്നർ അവിടെ? ആരാണ്? യെസ്, ആമിയാണ് അല്ലേ. ആമി. മലയാളം മീഡിയംകാരവിടെ മലയാളത്തിലാണ് ആൻസർ ചെയ്യേണ്ടത് കേട്ടോ. ആമി. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഇങ്ങനെയാണ് 3 നമ്പേഴ്സ് അല്ലെങ്കിൽ കുറച്ചധികം നമ്പേഴ്സിൻ്റെ സെറ്റ് തന്നാൽ അതിൽ വലിയ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട്. എങ്കിൽ ടീച്ചർ ഇവിടെ ചെറിയൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടെ. 22, 30, 51, 48 ഈ 4 സംഖ്യയിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള നമ്പർ ഏതാ മക്കളെ? കണ്ടെത്താനായിട്ട് ആദ്യം എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? എല്ലാ സംഖ്യയിലും ആദ്യത്തെ നമ്പർ നോക്കുക. ആദ്യത്തേതിൽ 2 ആണ്, പിന്നത്തേതിൽ 3 ആണ്, പിന്നത്തേതിൽ 5 ആണ്, പിന്നത്തേതിൽ 4 ആണ്. അപ്പോൾ 2 ആണോ 3 ആണോ 5 ആണോ 4 ആണോ ലാർജസ്റ്റ് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് കണ്ടെത്തി പറയാൻ പറ്റൂലേ. ഏതാണ്? 2 ആണോ 3 ആണോ 5 ആണോ 4 ആണോ വലുത്? യെസ്, നമുക്കറിയാം 5 ആണ് വലുത്. അപ്പോൾ എന്താണ് ഈ കൂട്ടത്തിലുള്ളതിലെ വലിയ സംഖ്യ ഏതാണ് മക്കളെ? ഏതാണ്? 51, 51 ആണ് അല്ലേ. ഇനി ഒരേ നമ്പറിലാണ് സ്റ്റാർട്ടിങ് വരുന്നതെന്ന് വെച്ചാൽ അത് ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ മിസ് ഒന്നുകൂടി ചെയ്യാം. നോക്കിക്കുക, 31, 35, 29 ഇതിലേതാണ് വലിയ നമ്പർ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ നമ്പർ നോക്കും. ഇതിൽ 3 ആണ്, ഇതിലും 3 ആണ്, ഇതിൽ 2 ആണ് അല്ലേ. അപ്പോൾ 3 ആണോ 2 ആണോ വലുതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം? 3 ആണ്. അതുകൊണ്ട് 2ൻ്റെ ഭാഗം നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി 31ഉം 35ഉം ആണുള്ളത്. രണ്ട് സംഖ്യയിലെയും ആദ്യത്തെ നമ്പർ എത്രയാണ്? 3 തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് അത് വെച്ച് കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡ് നമ്പർ നോക്കും അല്ലേ. ഇവിടെ 1 ആണ്, ഇവിടെ 5 ആണ്. 1 ആണോ 5 ആണോ ലാർജസ്റ്റ് നമ്പർ വരുന്നത്? 5 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 35 ആണ് ലാർജസ്റ്റ് നമ്പർ എന്ന് പറയാം അല്ലേ. 31ഉം 35ഉം 29ഉം ഉള്ളതിൽ 35 ആണ് ലാർജസ്റ്റ് നമ്പർ എന്ന് പറയാം. ഓക്കെ മക്കളെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ലാർജസ്റ്റ് നമ്പർ കണ്ടെത്താൻ, സ്മോളസ്റ്റ് നമ്പർ കണ്ടെത്തുക എന്നുള്ളത്. ഓക്കെ, ഇത് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹൂ ത്രെഡഡ് ദി സ്മോളസ്റ്റ് നമ്പർ ഓഫ് ബീഡ്സ്? അതായത് ഏറ്റവും കുറഞ്ഞ എണ്ണം മുത്തുകൾ കോർത്തത് ആരാണ്? അപ്പം നമ്മൾ ആദ്യം തന്നെ കണ്ടെത്തി ഏറ്റവും കുറവ് ഏതാണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയില്ലേ. ഏതാണ് നമുക്ക് തന്നിട്ടുള്ളത്? നമുക്ക് ഒരിക്കൽ കൂടി നമ്പർ എഴുതാം. ആദ്യത്തെ ആളുടെ 33 ആയിരുന്നു, പിന്നെ 29 ആയിരുന്നു, പിന്നെ നമുക്ക് 30 ആയിരുന്നു അല്ലേ. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മൾ ലാർജസ്റ്റ് നമ്പർ നോക്കുന്ന സമയത്ത് വെട്ടിക്കളഞ്ഞൊരു നമ്പർ ഉണ്ടായിരുന്നു. ഏതാണ്? 29 29. അത് ആരുടേതാണ് മക്കളെ? യെസ്, നമ്മുടെ ജാനിയുടേതാണ്. ജാനിയുടേതാണ്. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പം അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം മക്കളെ? ജാനിയാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തിട്ടുള്ളത്? മുത്ത് കോർത്തിട്ടുള്ളത്. അപ്പോൾ ജാനി എന്ന് വേണം മക്കൾ അവിടെ എഴുതാനായിട്ട്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. റോസ് ആപ്പിൾ ആൻഡ് ഗുവാവ എന്നതാണ് കേട്ടോ. റോസ് ആപ്പിൾ, ഗോവ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഗുവാവ എന്ന് പറഞ്ഞാൽ പേരയ്ക്കൊക്കെയാണ് പറയുക കേട്ടോ. ഫൈൻഡ് ദി ടോട്ടൽ നമ്പർ, ആകെ എണ്ണം കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, ഗിവൺ ടു ആമി ആൻഡ് ജാനി ടു ഈറ്റ് അല്ലേ. നമ്മുടെ ജാനിക്കും അതുപോലെ തന്നെ ആമിക്കൊക്കെ കഴിക്കാനായിട്ട് കിട്ടിയിട്ടുള്ള പേരക്കയുടെയും അതുപോലെ തന്നെ റോസ് ആപ്പിളിൻ്റെയും ഒക്കെ എണ്ണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ള ടോട്ടൽ എണ്ണം കാണാനാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ജാനി തന്നിട്ടുണ്ട്, പിന്നെ ആമി തന്നിട്ടുണ്ട് അല്ലേ. ജാനിക്ക് ഗുവാവ 8 ആണ് അല്ലേ, 8 എണ്ണമാണ് പേരക്ക. ദെൻ റോസ് ആപ്പിൾ എത്ര? 6 ആണ്, 6 ആണ്. ആമിക്ക് 12ഉം 7ഉം ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? ടോട്ടൽ കാണാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ.
ഓക്കെ മക്കളെ, അപ്പം ജാനിക്ക് എത്ര ഗോവ കിട്ടി, അല്ലെങ്കിൽ ജാമിക്കും ആമയ്ക്കും കൂടി എത്ര കിട്ടി എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പം നോക്കിക്കേ മക്കളെ, ആകെ എത്ര ഉണ്ടെന്ന് നോക്കിക്കേ മക്കളെ. ജാനിക്കും ആമയ്ക്കും കൂടി ആകെ എത്ര പേരൊക്കെയാണുള്ളത് കണ്ടെത്താനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? 8+2 വേണം ചെയ്യാനായിട്ട് അല്ലേ? 8+2 വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മക്കളെ കണ്ടെത്തുക? ആഡ് ചെയ്യാനായിരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ കണ്ടെത്തും? നമ്മൾ ലാർജസ്റ്റ് നമ്പറിനല്ലേ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വലിയ സംഖ്യ എന്ത് ചെയ്യും? നമ്മൾ മനസ്സിൽ നമ്മുടെ മൈൻഡിൽ എന്ത് ചെയ്യും? നമ്മൾ ഓർത്ത് വെക്കും അല്ലേ? അപ്പോൾ വലിയ നമ്പർ ഏതാണ്? 12. അപ്പോൾ അത് അവിടെ ഉണ്ട് മക്കൾ, അത് ആലോചിച്ച് വെച്ചോ. നമ്മുടെ മൈൻഡിൽ എന്തുണ്ട്? 12 ഉണ്ട്. ഇനി ബാക്കി നമ്മൾ 8 എന്ത് ചെയ്യണം? 8 എന്ത് ചെയ്യുക? നമ്മൾ കയ്യിലെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ 8 ലൈൻ വരച്ചാലും മതി കേട്ടോ. അപ്പോൾ കയ്യിലെടുക്കുന്നതാണ് നമുക്ക് സുഖം. അപ്പോൾ എല്ലാവരും 8 വിരൽ കയ്യിലെടുത്തേ മക്കളെ. 8 വിരൽ കയ്യിലെടുത്തോ. 12 നമ്മുടെ മനസ്സിലുണ്ട് അല്ലേ? ഓക്കെ, എന്നിട്ട് 12 കഴിഞ്ഞിട്ട് എണ്ണിക്കുക മക്കളെ. അതായത് 12 കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യം നമുക്ക് മലയാളത്തിൽ എണ്ണാം, അതിനുശേഷം നമുക്ക് ഇംഗ്ലീഷിൽ എണ്ണാം കേട്ടോ. 12 കഴിഞ്ഞിട്ട് മക്കൾ എന്ത് ചെയ്യുക? എണ്ണ കേട്ടോ. നിങ്ങൾ ഉയർത്തി വച്ചിട്ടുള്ള 8 വിരലുകൾ ഓരോന്നും മടക്കി മടക്കി വേണം എണ്ണാനായിട്ട്. മിസ് എന്ത് ചെയ്യാം? ജസ്റ്റ് നിങ്ങൾ എണ്ണുന്നതനുസരിച്ച് ഓരോ ലൈനും, മിസ് ഇവിടെ 8 ലൈനാണ് വരയ്ക്കുന്നത് കേട്ടോ. നോക്കിക്കേ, 1 2 3 4 5 6 7 8. മിസ് ഈ ലൈന് വരച്ചതിന് പകരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ 8 വിരലുകൾ നിവർത്തി വെക്കണം. ഓക്കെ ആയോ മക്കളെ? ആഡ് ചെയ്തത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. 12 നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ മൈൻഡിൽ ഓർത്ത് വെച്ചിട്ടുണ്ട്. 8 നമ്മൾ കയ്യിലെടുത്തു. ഇനി മിസ് ഓരോന്ന് എണ്ണുന്നതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ വിരലായിട്ട് അങ്ങ് മടക്കണം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ 12 കഴിഞ്ഞിട്ട് എണ്ണിക്കുക മക്കളെ. 12 കഴിഞ്ഞിട്ട് എത്രയാണ്? 12 കഴിഞ്ഞിട്ട് 13, ഒരു വിരൽ മടക്കണേ. 14 15 16 17 18 19 20. 12+8 അല്ലേ? 12ലേക്ക് 8 കൂട്ടിയാൽ എത്ര നമുക്ക് കിട്ടിയ മക്കളെ? യെസ്, 20 എന്ന് കിട്ടിയില്ലേ? 8+12 എത്രയാണ്? 20 എന്ന് കിട്ടി. ഇനി അടുത്തത് നമുക്ക് റോസാപ്പിളാണ് അല്ലേ? ജാനിക്ക് കിട്ടിയിട്ടുള്ളതും ആമിക്ക് കിട്ടിയിട്ടുള്ളതും ആകെ എണ്ണം എത്രയാണെന്ന് കണ്ടെത്തണം. അപ്പോൾ 6+7 അല്ലേ നമുക്ക് കണ്ടെത്തേണ്ടത്? വലിയ നമ്പർ ഏതാണ്? ലാർജസ്റ്റ് നമ്പർ 7 ആണ്. 7 നമ്മൾ മൈൻഡിൽ ഓർത്ത് വെച്ചു. 6 നമ്മൾ എന്തിനെ? കയ്യിലെടുക്കണം. ടീച്ചർ 6 ലൈൻസ് വരയ്ക്കുക കേട്ടോ. 1 2 3 4 5 6. ഓക്കെ, ഇനി 7 കഴിഞ്ഞിട്ട് കൗണ്ട് ചെയ്ത് നമുക്ക് 7 കഴിഞ്ഞിട്ട് 8 9 10 11 12 13. അപ്പോൾ എത്ര നമുക്ക് കിട്ടും? 13 അല്ലേ? 13 എന്ന് കിട്ടും. മനസ്സിലായിട്ടുണ്ടോ മക്കളെ? അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ടോട്ടൽ എണ്ണം കാണേണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് അടുത്ത ഭാഗത്തോട്ട് നോക്കി. ടേക്കൺ ഹോം, അതായത് അവർ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് കേട്ടോ. ജാനി കൊണ്ടുപോയിട്ടുള്ള ഗോവ എത്രയാണ്? 9 ആണ്. ആമിയും എത്രയാണ്? 9 തന്നെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ അവർ കൊണ്ടുപോയിട്ടുള്ള ടോട്ടൽ കാണണം. റോസാപ്പിൾ 5ഉം 9ഉം ആണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയും ടോട്ടൽ കാണാം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാൻ നോക്കിക്കുക മക്കളെ? ജാനി 9 ആണ്, ആമി 9 ആണ്. രണ്ടിനും ടോട്ടൽ അല്ലേ നമുക്ക് കാണേണ്ടത്? ആകെ എണ്ണമല്ലേ കാണേണ്ടത്? ലാർജസ്റ്റ് നമ്പർ ഏതാണ്? രണ്ടും സെയിം നമ്പറാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഒന്നിന് നമ്മൾ എന്ത് ചെയ്തു? മൈൻഡിൽ ഓർത്ത് വെച്ചു 9. ഒരു 9ന് മനസ്സിൽ ഓർത്ത് വെച്ചു. ഒരു 9 നമ്മൾ കയ്യിലെടുക്കാൻ കേട്ടോ. 1 2 3 4 5 6 7 8 9. ഓക്കെ, ഇനി ഈ 9 കഴിഞ്ഞിട്ട് ഈ 9 കഴിഞ്ഞിട്ട് എണ്ണിക്കാൻ മക്കളെ എത്ര വരും? 10 അല്ലേ? 10 11 12 13 14 15 16 17 18. അതായത് 9+9 എത്ര മക്കളെ? 18. 18 ആണ്. ക്ലിയർ ആയിട്ടുണ്ടോ മക്കളെ? ഇനി അടുത്ത് നമുക്ക് 5+9 കണ്ടെത്തണം അല്ലേ? ഇവിടെ ലാർജസ്റ്റ് നമ്പർ ഏതാണ്? 9 ആണ്. അതുകൊണ്ട് 9നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? മൈൻഡിൽ വെച്ചു. 1 2 3 4 5. 5 നമ്മൾ കയ്യിലെടുത്തു അല്ലേ? ഇനി 9 കഴിഞ്ഞിട്ട് എണ്ണിക്കുക മക്കളെ. 10 11 12 13 14. അപ്പോൾ 5+9 അഥവാ 5 കൂട്ടണ 9 എന്ന് പറയുന്നത് എത്രയാണ്? 14 ആണ് അല്ലേ? 14 ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുള്ള പേരക്കയുടെയും റോസാപ്പിളിൻ്റെയും എണ്ണവും കിട്ടി. ദെൻ നമുക്ക് നോക്കിക്കേ മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ജാനി ate only 3 guavas out of the given 8. How many guavas left എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ ജാനിക്ക് കഴിക്കാനായിട്ട് 8 പേരൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എന്ത് ചെയ്തു? 3 എണ്ണമാണ് അവൾ കഴിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര ഉണ്ട് എന്നാണ് ചോദിച്ചത്. ബാക്കി എത്ര പേരൊക്കെ ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അത് എഴുതാനായിട്ട് താഴെ നമുക്ക് ഒരു ടേബിളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. നോക്കിക്കുക മക്കളെ, എന്താണ്? given to 8, അതായത് അവൾക്ക് കഴിക്കാൻ കൊടുത്തത് അതിൻ്റെ എണ്ണമാണ് മക്കൾ തന്നിട്ടുള്ള ഫസ്റ്റ് കോളത്തിൽ എഴുതേണ്ടത്. എത്ര എണ്ണമാണ് കൊടുത്തിട്ടുള്ളത് മക്കളെ? 8 ആണ് അല്ലേ? 8 എണ്ണമാണ്. അത് നമ്മൾ അവിടെ എഴുതി. ദെൻ ഗോവാസ് ഈറ്റൺ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് അവൾ എത്ര എണ്ണം കഴിച്ചു?
എത്ര എണ്ണമാണ് കഴിച്ചിട്ടുള്ളത്? 3 എണ്ണമാണ് കഴിച്ചിട്ടുള്ളത്. 8 എണ്ണം അവൾക്ക് കഴിക്കാൻ കൊടുത്തു, 3 എണ്ണം എന്ത് ചെയ്തു? അവൾ കഴിച്ചു. ഇനി എത്രയാണ് ലെഫ്റ്റ്, അതായത് ബാക്കി കേട്ടോ. മലയാളം മീഡിയം കൂട്ടുകാർക്ക് ബാക്കി എന്നാണ് ചോദിക്കുക കേട്ടോ. ബാക്കി എന്ന വേർഡാണ് യൂസ് ചെയ്യുക. ബാക്കി എത്ര ഉണ്ടെന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? 8 - 3 എന്ന് ചെയ്യണം അല്ലേ. 8 കുറയ്ക്കണം 3 ചെയ്യണം. മൈനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുക മക്കളെ? ഏത് നമ്പറിനെ നമ്മൾ ആദ്യം നോക്കണം? നമ്മൾ പഠിച്ച മെത്തേഡിൽ, നമ്മൾ ട്യൂഷനിലൊക്കെ പഠിച്ച മെത്തേഡിൽ എങ്ങനെയാണ്? ഇനി കൂട്ടുകാർക്ക് മൈനസ് ചെയ്യുന്നത് കയ്യിലെടുത്ത് ചെയ്യുന്നവരുണ്ടായിരിക്കും, ലൈന് വരച്ച് ചെയ്യുന്നവരുണ്ടായിരിക്കും, അല്ലാതെ മനക്കണക്കായി ചെയ്യുന്നവർ, പലരും പല മെത്തേഡിലാണ് ചെയ്യുക. കൂട്ടുകാരെങ്ങനെയാണോ ചെയ്യുക ആ രീതിക്ക്, നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് നിങ്ങൾ അതേ രീതിക്ക് ചെയ്യുക. നമ്മൾ ടീച്ചർ ഇവിടെ പറയുന്നത് നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിൽ പറഞ്ഞ രീതിക്കാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 8 - 3 ആണല്ലോ. അപ്പോൾ നമ്മൾ മൈനസ് ചെയ്യുന്ന സമയത്ത് ഏത് നമ്പറിനെ കൺസിഡർ ചെയ്യണം? ഏത് നമ്പറിനെ ആദ്യം നോക്കുക? സ്മോളസ്റ്റ് നമ്പർ അല്ലേ, 3നെ നോക്കും. ഇനി 3നെ എണ്ണിയിട്ട് കൗണ്ട് ചെയ്തിട്ട് എവിടേക്ക് എത്തിക്കുക? 8ലേക്ക് എത്തിക്കുക. 3 കഴിഞ്ഞിട്ടൊന്ന് കൗണ്ട് ചെയ്ത മക്കളെ, നിങ്ങൾ കൗണ്ട് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യണം? കയ്യിൽ ഓരോ വിരലുകൾ നൂർത്തണം കേട്ടോ. 3 കഴിഞ്ഞിട്ട് എല്ലാവരും എണ്ണിക്കുക. 3 കഴിഞ്ഞിട്ട് 4, അപ്പോൾ ഒരു 4 എന്ന് പറയുമ്പോൾ ഒരു വിരൽ ഉയർത്തണേ. പിന്നെയോ 5 6 7 8. ഇനി മക്കളൊന്ന് കൗണ്ട് ചെയ്ത് എത്ര വിരലുകളാണ് നിങ്ങൾ നൂർത്തിയിട്ടുള്ളത്? 1 2 3 4 5. എത്ര വിരലുകളാണ്? 5 ആണ് അല്ലേ. അപ്പോൾ എത്രയാണ്? 8 - 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. മൈനസ് ചെയ്തത് എങ്ങനെയാണെന്ന് മനസ്സിലായ മക്കളെ? നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ മൈനസ് ചെയ്യാനുള്ളതും അതുപോലെ തന്നെ ഇങ്ങനെ ബാലൻസ് കാണാനുള്ളതും അതുപോലെ തന്നെ ഇങ്ങനെ ടോട്ടൽ കാണാനായിട്ടുള്ളതും വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ മാത്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ആഡ് ചെയ്യാനും മൈനസ് ചെയ്യാനൊക്കെ കുറച്ചൊക്കെ മറന്നു പോയിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അത് ചെയ്ത് പഠിക്കുക. ഏത് രീതിക്കാണോ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ആ രീതിക്ക് തന്നെ നോക്കുക കേട്ടോ. പുതുതായിട്ടൊന്നുള്ളതും ഇനി നോക്കണ്ട. നിങ്ങൾക്ക് ഈസി എങ്ങനെയാണോ ചെയ്യാൻ അതിനനുസരിച്ച് ചെയ്യുക കേട്ടോ മക്കളെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയും നമ്മൾ മാത്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യും. അതുപോലെ തന്നെ 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ കൂട്ടുകാരുടെ എല്ലാ സബ്ജക്റ്റിലെയും ഇത്തരത്തിൽ നമ്മൾ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്ത് കൂടി നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആവാനായിട്ട് 89 റുപ്പീസിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു മെമ്പർഷിപ്പ് എടുക്കുക. വളരെ കുറഞ്ഞൊരു പൈസയ്ക്കാണ് 89 രൂപയ്ക്ക് മക്കൾക്ക് ഈ എക്സാം സ്പെഷ്യൽ ക്ലാസ്സുകളും അതുപോലെ തന്നെ നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും വെക്കേഷൻ ക്ലാസ്സുകളും എല്ലാം അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ ചാനലിൽ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന അതേപോലെ തന്നെ നമുക്ക് അവിടെ ജോയിൻ എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ടായിരിക്കും. ആ ബട്ടൺ വഴി നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ 89 രൂപ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് മറ്റൊരു ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.